കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം 3 പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ന്യൂസുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ഒന്നാമത്തേത് അഫിൾ ഇന്ത്യ ലിമിറ്റഡ്. അഫിൾ ഇന്ന് 1.17% ഉയർന്ന് 1408 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 19,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 64.24. അഫിളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഫിൾ എന്ന കമ്പനി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് കമ്പനിക്ക് US-ൽ നിന്നും മറ്റൊരു പേറ്റന്റ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ യൂസർ ആൻഡ് പോഡ്കാസ്റ്റ് ഇൻട്രാക്ഷന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പേറ്റന്റാണ് അഫിൾ എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഇതിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കേണ്ടത്. അഫിൾ എന്ന കമ്പനിക്ക് ആൾറെഡി പ്രമുഖ ബ്രോക്കേജായ സിറ്റി ഗ്രൂപ്പ് ബൈ എന്ന റേറ്റിംഗും 1600 രൂപയുടെ ടാർഗറ്റും നൽകി കഴിഞ്ഞു. അഫിളിൻ്റെ മൊബൈൽ അഡ്വർടൈസ്മെൻറ്റ് സെക്ടറിലെ പൊട്ടൻഷ്യലും IT ഡെവലപ്മെൻറ്റ് സെക്ടറിലെ കേപ്പബിലിറ്റീസും മനസ്സിലാക്കിയാണ് സിറ്റി ഗ്രൂപ്പ് ബൈ എന്ന റേറ്റിംഗും 1600 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. 2024-27 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ ROE 20% CAGR കൂടിയുള്ള വളർച്ച കൈവരിക്കുമെന്ന് സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അഫിൾ എന്ന കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 40%, പ്രോഫിറ്റ് 14.5%മാണ് ഉയർന്നത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ 386 കോടിയിൽ നിന്നും റവന്യൂ 506 കോടിയിലേക്ക് ഉയർത്താനും നെറ്റ് പ്രോഫിറ്റ് 244 കോടിയിൽ നിന്നും 21.5% വർദ്ധിച്ച് 297 കോടിയിലേക്ക് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അഫിൾ എന്ന സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡബിൾ ബോട്ടം രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നതിന് ശേഷം സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ട് നൽകി വീണ്ടും ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ റീടെസ്റ്റ് സക്സസ് ആയി ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം ഏകദേശം 200 മുതൽ 300 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് നസാര ടെക്നോളജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.5% ഉയർന്ന് 909 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 989, 52 വീക്കിലോ 591. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 70.18. നസാര ടെക്നോളജി ഗെയിമിംഗ് ആൻഡ് സ്പോർട്സ് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ്. ഇവിടെ ഇന്ത്യയിൽ വളരെയധികം അണ്ടർ പെനട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. വരും സമയങ്ങളിൽ വളരെ വലിയ വളർച്ച ഈ സെഗ്മെൻറ്റിൽ ഉണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ചില റെഗുലേഷൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് സെക്ടറിലും അതുപോലെ തന്നെ ഈ സെക്ടറുമായി ബന്ധപ്പെട്ട കമ്പനികളും അത്ര ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാത്തത്. നസാര ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ ഫ്രിക്സ് ഫോർ യു എന്ന കമ്പനിയുടെ 43.4% സ്റ്റേക്കുകൾ നസാര ടെക്നോളജിയുടെ സബ്സിഡറി കമ്പനിയായ നോഡ്വിൻ ഗെയിമിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അക്വയർ ചെയ്തു എന്നുള്ളതാണ് അപ്ഡേറ്റ്. ആൾറെഡി ഫ്രിക്സ് ഫോർ യുവിൻ്റെ 86.4% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് കമ്പനികളും ധാരണയിലെത്തിയിരുന്നു. ഈ അക്വിസിഷനോടുകൂടി ഫ്രിക്സ് ഫോർ യുവിൽ നസാര ടെക്നോളജിയുടെ സബ്സിഡറി കമ്പനിയായ നോഡ്വിൻ ഗെയിമിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് 57% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടായിട്ടുണ്ട്. ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നസാര ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. 1000 രൂപയാണ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. 850 രൂപ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഒരു സമയത്ത് 1800 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 500 രൂപ വരെ ഇടിയുകയും പിന്നീട് സ്റ്റോക്കിൽ നിന്നും ഒരു റിവേഴ്സൽ രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് LTI മൈൻട്രിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.6% ഉയർന്ന് 5410 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 6442, 52 വീക്കിലോ 4513. 1.59 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. LTI മൈൻട്രി എന്ന കമ്പനി IT സെഗ്മെൻറ്റിലെ മറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയധികം റണ്ണപ്പായിട്ടില്ല. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതുകൊണ്ട് LTI മൈൻട്രി ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. LTI സ്നോഫ്ലോ എന്ന അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡോപ്ഷൻ ജേർണി ശക്തപ്പെടുത്തുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതുവഴി അല്ലെങ്കിൽ സ്നോഫ്ലോ എന്ന അമേരിക്കൻ കമ്പനിയുമായി ചേരുന്നത് വഴി ഈ കമ്പനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ കൂടുതൽ ആക്സസ് ലഭിക്കാനും കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ഓവറാൾ LTI മൈൻട്രി എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സ്റ്റോക്ക് 5384 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. 5600 രൂപ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. 5600 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 6000 വരെ ഉയരാൻ സാധ്യതയുണ്ട്. 5000 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.